അപ്പൊ നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? അതിന് നമ്മൾ തുടങ്ങിയില്ലല്ലോ. എന്നാ തുടങ്ങി കളയാം. വന്നല്ലോ മാറണം. ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? നിത്യപൂജ കാണും. പ്രതിഷ്ഠ കഴിഞ്ഞിരുന്നാലും മഹാലിംഗ പ്രതിഷ്ഠ ഇതിൽ ചെയ്യുന്നുണ്ട്. ചെയ്തിരുന്നാലും നിത്യപൂജകൾ കാണും. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. നിത്യപൂജ എല്ലാ ദിവസവും നിത്യപൂജ കാണും. കാലത്തും വൈകുന്നേരം ഇവിടെ പൂജയുണ്ട്. എത്ര മണിക്കാണ്? കാലത്ത് 3:30-4 മണിയാവും. പുലർച്ചെ 3:30-4 മണി. വൈകുന്നേരം 6 മണിക്ക് പൂജ നിത്യവും കാണും. നാണാവില്ലൂടെ എനിക്ക്? നല്ല ആരോഗ്യമുണ്ടല്ലോ, പണിയെടുത്ത് ജീവിച്ചൂടെ? 2 നേരം പൂജയുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ ശുദ്ധികലശം എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിൽ നിത്യപൂജയും നിത്യദർശനം ഉണ്ടായിരിക്കുന്നത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? പ്രതിഷ്ഠ എപ്പോഴാണ്? അത് പറയും, ആലോചിച്ചിട്ട് എല്ലാവരുമായിട്ട് ആചാര്യ ഗുരുക്കന്മാരായിട്ട് ആലോചിച്ചിട്ട് തീർച്ചയായിട്ടും പറയുന്നത്. വേണ്ട. ഇപ്പൊ ഇവിടെ ജനങ്ങളൊക്കെ വരുന്നുണ്ടോ? ഇപ്പൊ ഓറ്റയും ഇതൊക്കെ പതുക്കെ പതുക്കെ ഓരോന്ന് വരുന്നേ ഉള്ളൂ. അതൊക്കെ ഇരിക്കത്തേ ഉള്ളൂ. വിശ്വാസികളെത്തും. അതെ, നല്ല നാളെ വരുന്ന വിശ്വാസികൾ. ലോകത്തിലേക്ക് ഏറ്റവും വലിയ അലവലാതിക്കുള്ള ഒളിമ്പിക് സ്വർണം നിനക്ക് കിട്ടുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ ഇപ്പൊ മനസ്സിലായി, നിനക്ക് വെള്ളിയേ കിട്ടുള്ളൂ. പിന്നെ അതായത് ഈ സമാധിയോടനുബന്ധിച്ചുള്ള നിത്യ പൂജകൾ അത് എല്ലാവർക്കും അറിയാം. എല്ലാ ഹിന്ദു സനാതന ധർമ്മത്തിലുള്ള എല്ലാവർക്കും എന്താണെന്ന് ഏതാണെന്നും സമാധിയുടെ പൂജകൾ എന്താണെന്നും എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാർക്കും അറിയാം. സാറിനെ പോലുള്ള മാന്യന്മാര് ഇതുപോലുള്ള അലവലാദികൾ കൊണ്ട് നടക്കരുത്. എന്ത് ചെയ്യാനാ? കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിച്ചോട്ടെ നേരിയ. നീ ഇത് കഴിഞ്ഞ് പൂജയുണ്ടോ? ഇനി രാത്രി അത്താഴ പൂജ അങ്ങനെ? അത് കഴിഞ്ഞു. നീ ഇത് കഴിഞ്ഞ് പൂജയുണ്ടോ? ഇനി രാത്രി അത്താഴ പൂജ അങ്ങനെ? അത് കഴിഞ്ഞു. സത്യത്തിൽ താൻ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ? അയ്യോ സർ, ഞാൻ അഭിനയിക്കുന്നു അല്ല സർ, തീർച്ചയായിട്ടും അല്ല. എല്ലാവർക്കും പറയാം. പ്രതിഷ്ഠയ്ക്ക് മുമ്പേ വരാം, പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം എല്ലാ വിശ്വാസികൾക്കും ഇവിടെ എത്താം. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സ്വാഗതം. എന്താ എന്റെ ഉദ്ദേശം? ചേട്ടാ, ഇപ്പൊ നിലവിൽ ആർക്കും വിശ്വാസികൾക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടോ അവിടെ? തീർച്ചയായിട്ടും വരാം. തീർച്ചയായിട്ടും. എന്നിട്ട് പിന്നെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സമയക്രമം വല്ലതും ഉണ്ടോ വരാനോ? ക്ഷേത്രത്തിൽ നിത്യദർശനം ആവുമ്പോഴത്തേക്കും അതായത് പിന്നെ ഏകദേശം 8 മണിയോളം ക്ഷേത്ര നട തുറന്നിരിക്കും. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. രാവിലെ ആണെങ്കിൽ ഇവിടെ 3:30-നാണ് ദർശനം, നിർമ്മാല്യ ദർശനം. ആ സമയം നട തുറക്കുമ്പോഴോ ആ സമയം പോലെ വരാം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. എല്ലാ പൂജയും ആരാധനകളും ഉത്സവങ്ങളെല്ലാം കാണും. എല്ലാം ഭഗവാന്റെ ഹിതമനുസരിച്ച് എല്ലാം നടക്കും. ചുരുങ്ങിയ ദിവസം കൊണ്ട് നീ അത് തെളിയിച്ചു. അല്ല, ഇപ്പൊ നിലവിൽ ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ സപ്പോർട്ട് അങ്ങനെ ഉണ്ട് കേട്ടോ? കൂടെ നിൽക്കുന്നുണ്ടോ? നീ ഒരിക്കലും നന്നാവില്ലടാ. റെസ്റ്റ് എടുക്കാതെ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.